ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രയോദശോധ്യായഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 13-ാം അധ്യായത്തിൽ നാം വത്സസേയം ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപകുട്ടികളെയും മറയ്ക്കുന്നു. അപ്പോൾ അവരെ അന്വേഷിച്ച് കൃഷ്ണൻ പുറപ്പെടുന്നു. ഇതെല്ലാം ബ്രഹ്മാവിൻ്റെ വേലയാണെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. കൃഷ്ണൻ പശുക്കുട്ടികളുടെയും ഗോപകുട്ടികളുടെയും വിവിധ രൂപങ്ങളെടുത്ത് അവയും കൊണ്ട് വ്രജത്തിലേക്ക് മടങ്ങുന്നു. പശുക്കുട്ടികൾക്കും ഗോപന്മാർക്കും ഗോപക്കുട്ടികൾക്കും എന്തോ പ്രത്യേകത ഉള്ളതായി പശുക്കൾക്കും അവരുടെ അമ്മമാർക്കും തോന്നി. അവർക്ക് കുട്ടികളോട് അമിത വാത്സല്യമുണ്ടായി. ബലരാമൻ പോലും ഇതറിയുന്നത് 1 വർഷം തികയാൻ പോകുന്നതിന് 5-6 ദിവസം മുമ്പ് മാത്രമാണ്. ബലരാമൻ ആ ദിവസം വനത്തിൽ കണ്ട കാഴ്ചകളാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. തതോ വത്സാനദൃഷ്ടൈത്യ പുളിനേപി ച വത്സപാൻ ഉഭാവപി വനേ കൃഷ്ണോ വിചികായ സമന്തതഃ. തതഃ വത്സാൻ അദൃഷ്ട ഏത്യ പുളിനേ അപി ച വത്സപാൻ ഉഭൗ അപി വനേ കൃഷ്ണഃ വിചികായ സമന്തതഃ. തതഃ അനന്തരം വത്സാൻ പശുക്കുട്ടികളെ അദൃഷ്ട്വാ കാണാതെ ഏത്യ എന്നിട്ട് പുളിനെ മണൽത്തട്ടിൽ യമുനാ തീരത്ത് മണൽത്തട്ടിൽ വത്സപാൻ ച ഗോപകുമാരന്മാരെയും അദൃഷ്ട്വ കാണാതെ കൃഷ്ണൻ ഉഭൗ അപി 2 കൂട്ടരെയും വനത്തിൽ സമന്തത 4 ഭാഗത്തും വിചികായ തിരഞ്ഞു. ഇപ്പൊ ബ്രഹ്മാവ് മറഞ്ഞ ഉടനെ തന്നെ പശുക്കുട്ടികളെ അന്വേഷിച്ച് വനത്തിലേക്ക് പോയ കൃഷ്ണൻ അവരെ കാണാതെ മടങ്ങി വന്നപ്പോൾ ഗോപകുട്ടികളെയും കാണാതായിരിക്കുന്നു. കൃഷ്ണൻ അവരെ അന്വേഷിച്ച് 4 ഭാഗത്തും നടന്നു. തതോ വത്സാൻ അദൃഷ്ടേത്യ പുളിനേപി ച വത്സപാൻ ഉഭാവപി വനേ കൃഷ്ണോ വിചികായ സമന്തതഃ. ശ്ലോകം 17. കാപ്യദൃഷ്ട്വാന്തർവിപിനേ വത്സാൻ പാലാം ച വിശ്വവേദ് സർവം വിധികൃതം കൃഷ്ണ സഹസാ അവജഗാമഃ. ക്വാപി അദൃഷ്ട അന്തർവിപിനേ വത്സാൻ പാലാം ച വത്സപാലാൻ ച വിശ്വവിത് സർവം വിധികൃതം കൃഷ്ണഃ സഹസാ അവജഗാമഃ. അന്തർവിപിനെ വനമധ്യത്തിൽ ക്വാപി എങ്ങും വത്സാൻ കുട്ടികളെയും പാലാൻ അവയെ സംരക്ഷിക്കുന്നവരെയും അതായത് പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും അദൃഷ്ടുവ കാണാതെ കൃഷ്ണൻ വനം മുഴുവൻ അന്വേഷിച്ച് നടന്നു. പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും അവിടെ ഒരിടത്തും കണ്ടില്ല. വിശ്വവിത് എല്ലാം അറിയുന്ന കൃഷ്ണൻ അവരെ കാണാതെ കൃഷ്ണനെല്ലാം അറിയാം. ഇത് ബ്രഹ്മാവിൻ്റെ വേലയാണെന്നും അറിയാം. എന്നിട്ടും മനുഷ്യ നാട്യമനുസരിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. സർവം എല്ലാം വിധികൃതം, എല്ലാം വിധി എന്ന് വെച്ചാൽ ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ടതെന്ന് സഹസ ഉടനെ അപജഗാമ അറിഞ്ഞു. ആശ്ചര്യം തന്നെ. ഭഗവാൻ എല്ലാം അറിഞ്ഞു. ഈശ്വരനാണെങ്കിലും മനുഷ്യനാട്യത്താൽ തെരഞ്ഞു.
തെരഞ്ഞു നടക്കുന്നു. മറ്റുള്ളവർക്ക് താൻ മനുഷ്യനാണ് അറിയിച്ചുകൊണ്ട് ഇതൊക്കെ തെരഞ്ഞു നടന്നു. സാധാരണ മനുഷ്യർ ഇതുപോലെ കാണാതിരുന്നാൽ എന്ത് ചെയ്യും? അതൊക്കെ ഭഗവാനും ചെയ്തു. കോപ്യദൃഷ്ടാന്തർവിപിനേ വത്സാൻ പാലാം ച വിശ്വവേദ് സർവം വിധികൃതം കൃഷ്ണ സഹസാവജഗാമഹ. ശ്ലോകം 18. തഥ കൃഷ്ണോ മുദം കർത്തൃം തന്മാതॄണാം ച കസ്യ ച ഉപായിതം ആത്മാനം ചക്രേ വിശ്വകൃത് ഈശ്വരഃ. തതഃ കൃഷ്ണഃ മുദം കർത്തും തന്മാതॄണാം ച കസ്യ ച ഉഭയാദിതം ആത്മാനം ചക്രേ വിശ്വകൃത് ഈശ്വരഃ. തതഃ അനന്തരം വിശ്വകൃത് ലോകത്തെ സൃഷ്ടിക്കുന്നവനും ഈശ്വരഃ സർവജ്ഞനുമായ കൃഷ്ണഃ എല്ലാം അറിയുന്നവനും എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം പാലിക്കുന്നവനും എല്ലാം സംഹരിക്കുന്നവനുമായ ആ ഭഗവാൻ. നാരായണ ഗുരു ദൈവദശകത്തിൽ പറയുമല്ലോ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പൊ സൃഷ്ടിയും ഭഗവാൻ തന്നെ, സൃഷ്ടിജാലവും ഭഗവാൻ തന്നെയാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം ഭഗവാൻ തന്നെയാണ്. അങ്ങനെ സർവജ്ഞനായ ഭഗവാൻ തന്മാതॄണാം അവരുടെ അമ്മമാർക്കും കസ്യച ബ്രഹ്മാവിനും മുദം സന്തോഷത്തെ കർത്തൃം ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആത്മാനം തന്നെ ഉപായിതം 2 രൂപധാരികളായി ചക്രേ ചെയ്തു. അപ്പൊ അവിടെ ബ്രഹ്മാവിന് എന്തോന്നാണ് സന്തോഷം? ബ്രഹ്മാവ് കൊണ്ടുപോയെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ ഉടനെ തന്നെ വേണമെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ അത് ബ്രഹ്മാവിന് വിഷമാവും, ബ്രഹ്മാവിന് സന്തോഷം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടില്ല എന്നുള്ള നാട്യത്തിൽ പോയാൽ ബ്രഹ്മാവിന് സന്തോഷമാകും. പിന്നെ ഇനി അമ്മമാരോ കുട്ടികളെ കാണാതിരുന്നാൽ ദുഃഖിക്കുകയില്ലേ? അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? 2 രൂപങ്ങൾ, അതായത് ഗോപകുട്ടികളുടെ രൂപത്തിലും പശുക്കുട്ടികളുടെ രൂപത്തിലും ആയി ഭവിച്ചു. അപ്പൊ ഭഗവാൻ 2 പേരെയും, അമ്മമാരെയും അതുപോലെ തന്നെ ബ്രഹ്മാവിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ സ്വയം പശുക്കുട്ടികളായും ഗോപകുട്ടികളായും മാറി. ശ്ലോകം കൂടെ നോക്കാം. തഥ കൃഷ്ണോ മുദം കർത്തൃം തന്മാതॄണാം ച കസ്യ ച ഉപായിതം ആത്മാനം ചക്രേ വിശ്വകൃതീശ്വരഃ. ശ്ലോകം 19. യാവത് വത്സവ വത്സകാൽപകവപൂർ യാവത് കരാംഗ്രിയാധികം യാവത് യഷ്ടിവിഷാണവേളുതളശി യാവത് വിഭൂഷാംബരം യാവത് ശീലഗുണാഭിധാകൃതിവയോ യാവത് വികാരാധികം സർവം വിഷ്ണുമയം ശിരോംഗവത് അജ സർവസ്വരൂപോ ബഭൂ. അപ്പോൾ ഭഗവാൻ എല്ലാം ആയിട്ട്, എല്ലാം ഭഗവാൻ തന്നെയായി. അപ്പോൾ സർവം വിഷ്ണുമയം ജഗത്ത്, വിഷ്ണു തന്നെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. അതായത് പശുക്കുട്ടികളെ പാലിക്കുന്ന ഗോപകുട്ടികളും എത്രയുണ്ടോ അത്രയായിട്ട് ഭഗവാൻ മാറി. പിന്നെ അവരവർ എങ്ങനെ ഇരിക്കുന്നുവോ, ചില കുട്ടികൾ പൊക്കം കുറഞ്ഞതായിരിക്കുമെങ്കിൽ ആ രൂപത്തിൽ. നേരത്തെ ആ കുട്ടികൾ എങ്ങനെയിരുന്നോ, പൊക്കം കുറഞ്ഞിരുന്നോ, പൊക്കം കൂടിയിരുന്നോ, കറുത്തിരുന്നോ, വെളുത്തിരുന്നോ, ആ രൂപത്തിൽ. പിന്നെ അവരേതൊക്കെ ആഭരണം ധരിച്ചിരുന്നു ആ ആഭരണങ്ങൾ ധരിച്ചു. അവരെ എവിടെയൊക്കെ ആ കൊമ്പും കുഴലും ഒക്കെ കുത്തിവെച്ചിരുന്നു അതുപോലെ എല്ലാം അവരുടെ ഗുണങ്ങളും ശീലങ്ങളും എല്ലാം അവർ ഏതൊക്കെ രീതിയിൽ പെരുമാറിയിരുന്നു ആ സ്വഭാവങ്ങളോട് കൂടിയ കുട്ടികളായും. അതുപോലെ പശുക്കളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പശുക്കളുണ്ടല്ലേ, ആ വെള്ളപ്പശു, പുള്ളിയുള്ള പശു, അങ്ങനെയുള്ളതെല്ലാം നേരത്തെ അവയൊക്കെ എങ്ങനെയായിരുന്നു ആ മാതിരി ഭഗവാനും അതായി ഭവിച്ചു. അപ്പോൾ ഈ സർവം ലോകം മുഴുവനും ആ വിഷ്ണുമയം തന്നെയായി, എല്ലാവരും വിഷ്ണു രൂപികളായി. യാതൊന്നു കാണുന്നതു നാരായണ പ്രതിമ, എല്ലാം നാരായണൻ തന്നെ, എല്ലാം ആ പരമാത്മാ സ്വരൂപൻ തന്നെയായി ഭവിച്ചു. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. യാവത് വത്സവ വത്സക അൽപക പവോ, അതായത് ഗോപ ബാലന്മാരും പശുക്കുട്ടികളുടെയും അല്പമായിരിക്കുന്ന ദേഹങ്ങളെ അനുസരിച്ച് അവരുടെ ദേഹങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു, മുടന്തൊണ്ടവന് ആ മുടന്ത് പോലെ തന്നെ. അപ്പോൾ
പൊക്കം കുറഞ്ഞോ പൊക്കം കുറഞ്ഞോ, പൊക്കം കൂടിയവനായിട്ട്, അതായത് അവരുടെ ശരീരം എങ്ങനെയൊക്കെ ഇരുന്നുവോ അതായിട്ട്. യാവത് കരാംഗ്രി ആദികം, കൈകളും കാലുകളും എങ്ങനെയൊക്കെ ഇരുന്നുവോ അതനുസരിച്ച്. യാവത് യഷ്ടി വിഷാണ വേണു ദളശി, അപ്പോൾ അവര് എവിടെയൊക്കെയാണോ വടി, കൊമ്പ്, യഷ്ടി എന്ന് വെച്ചാൽ വടി, വിഷാണ കൊമ്പ്, വേണു ഓടക്കുഴല്, ദള ശിക്ക് ദള പുഷ്പദളാദികൾ ഇവയനുസരിച്ച് അവരെങ്ങനെയൊക്കെ പുഷ്പദളങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നുവോ അതനുസരിച്ച്. യാവത് വിഭൂഷ അംബര, അലങ്കാര വസ്ത്രങ്ങൾ അവരൊക്കെ ഏതൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നുവോ അതുപോലെ. യാവത് ശീല ഗുണ അഭിത ആകൃതി വയഹ, അവരുടെ ശീലം എങ്ങനെ, ഗുണം എങ്ങനെ, വാക്കെങ്ങനെ, അവരുടെ രൂപം എങ്ങനെ, അവരുടെ പ്രായം എങ്ങനെ, എത്ര വയസ്സുള്ള കുട്ടികൾ നേരത്തെ ആയിരുന്നോ അത്രയും വയസ്സുള്ള കുട്ടികളായി. യാവത് വിഹാരാധികം, അവരുടെ എങ്ങനെയൊക്കെയാണ് കളിച്ചുകൊണ്ട് നടക്കുന്നത് അതനുസരിച്ച്. സർവം എല്ലാം വിഷ്ണുമയം, വിഷ്ണുരൂപം തന്നെ. ഗിരഹ വാക്കിൻ്റെ അംഗം, അവയവം പോലെ. അജഹ അജൻ, സർവസ്വരൂപനായിട്ട് ഭവിച്ചു. അപ്പോൾ ഏതൊക്കെ കുട്ടികൾ, ഏതൊക്കെ പശുക്കുട്ടികൾ ഏതൊക്കെ രൂപത്തിലായിരുന്നു, ഏതൊക്കെ പ്രായത്തിലായിരുന്നു അതേ രൂപത്തിൽ ഭഗവാനും ഭവിച്ചു. ശ്ലോകം 19. യാവത് വത്സവ വത്സകാൽപകവപൂർ യാവത് കരാംഗ്രിയാധികം യാവത് യഷ്ടി വിഷാണ വേണുദളശി യാവത് വിഭൂഷാംബരം യാവത് ശീലഗുണാഭിധാകൃതിവയോ യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം ശിരോംഗവത് അജ സർവസ്വരൂപോ ബഭൂ. ശ്ലോകം 20. സ്വയമാത്മാ ആത്മഗോവത്സാൻ പ്രതിവാര്യാത്മവത്സവൈഃ ക്രീഡന്നാത്മവിഹാരൈശ്ച സർവാത്മാ പ്രാവിശബ്രജം. സ്വയം ആത്മാ ആത്മഗോവത്സാൻ പ്രതിവാര്യ ആത്മവത്സവൈഃ ക്രീഡൻ ആത്മവിഹാരൈഃ ച സർവാത്മാ പ്രാവിശത് വ്രജം. സ്വയം ആത്മാ, അവൻ തന്നെ ആത്മഗോവത്സാൻ, ആത്മരൂപന്മാരായ പശുക്കുട്ടികളെ താൻ തന്നെ, അതായത് ഭഗവാൻ തന്നെ ആത്മരൂപന്മാരായ പശുക്കുട്ടികളെ ആത്മവത്സവൈഹി, ആത്മരൂപന്മാരായ ഗോപകുമാരന്മാരെ കൊണ്ട് പ്രതിവാര്യ തടുത്താട്ടിക്കൊണ്ടും, അതായത് ഏതൊക്കെ പശുക്കുട്ടികളെ ഏതൊക്കെ ഗോപന്മാർ മേയിച്ചു കൊണ്ടിരുന്നു അവരെ കൊണ്ട് തന്നെ ആത്മവികാരെ, ആത്മവിക്രീഡകൾ കൊണ്ട്, ക്രീഡൻ കളിച്ചുകൊണ്ടും, സർവാത്മാ സർവസ്വരൂപൻ വ്രജം ഗോകുലത്തെ പ്രവേശിച്ചു. അപ്പോൾ ആ പശുക്കുട്ടികൾ ഏതൊക്കെ ഗോപക്കുട്ടികൾ ഏതൊക്കെ പശുക്കുട്ടികളെ കൊണ്ടുവന്നുവോ ആ പശുക്കുട്ടികളെ തന്നെ തെളിയിച്ചുകൊണ്ട് അവരോടുകൂടി ആ സർവസ്വരൂപനായ ഭഗവാൻ ഗോകുലത്തിൽ പ്രവേശിച്ചു. സ്വയമാത്മാത്മഗോവത്സാൻ പ്രതിവാര്യാത്മവത്സവൈഃ ക്രീഡന്നാത്മവിഹാരൈശ്ച സർവാത്മാ പ്രാവിശത് വ്രജം. ശ്ലോകം 21. തത്തദ്വത്സാൻ പൃഥക് നീത്വാ തത്തദ്ഗോഷ്ഠേ നിവേശ്യ സാ തത്തത് ആത്മാ അഭവത് രാജൻ തത്തത് സത്മാ പ്രവിഷ്ടവാൻ. തത് വത്സാൻ പൃഥക് നീത്വാ തത്തത് ഗോഷ്ഠേ നിവേശ്യ സഹ തത്തത് ആത്മാ അഭവത് രാജൻ തത്തത് സത്മാ പ്രവിഷ്ടവാൻ. തത്തത് വത്സാൻ അവരവരുടെ പശുക്കുട്ടികളെ പൃഥക് വേറെ വേറെ നീത്വ നയിച്ചിട്ട് തത്തത് ഗോഷ്ഠേ അതതുകളുടെ തൊഴുത്തിൽ നിവേശ്യ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഏതൊക്കെ തൊഴുത്തിൽ ഏതൊക്കെ പശുക്കുട്ടികളെ പ്രവേശിപ്പിക്കണോ, ഏതൊക്കെ ഗോപക്കുട്ടികളാണോ അത് തെളിയിച്ച് തൊഴുത്തി കൊണ്ടുപോകേണ്ടേ അതിനനുസരിച്ച് അവിടെ കൊണ്ടുപോയി ആക്കി. രാജൻ, ഹേ രാജാവേ, തത്തത് ആത്മാ അതത് സ്വരൂപനായി ഭവിച്ചു. സഹ ആ ഭഗവാൻ തത്തത് സത്മാ അവരവരുടെ ഭവനത്തെ പ്രവിഷ്ടവാൻ പ്രവേശിച്ചു. അപ്പോൾ എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഏതൊക്കെ കുട്ടികളുടെ രൂപത്തിൽ പ്രാപിച്ചുവോ ആ കുട്ടികൾ ഏതൊക്കെ വീട്ടിലാണോ പോകേണ്ടത് അതത് വീട്ടിൽ തന്നെ പ്രവേശിച്ചു. പിന്നെ അവർക്ക് ഇന്ന വീടുകൾ വരുന്ന പശുക്കുട്ടികളാണെന്ന് മാത്രമേ വിചാരമുണ്ടായുള്ളൂ. അവർക്ക് ഭഗവാൻ എന്ന ഒരു വിചാരമേ ഭഗവാൻ ഉണ്ടാക്കിയില്ല. അവരുടെ ഉള്ളിൽ മോഹനമായ ഭാവത്തെയും ഭഗവാൻ പ്രകാശിപ്പിച്ചു. അപ്പോൾ അവർ നേരത്തെ ഉണ്ടായിരുന്നവർ തന്നെ, ഇത് ഭഗവാനാണെന്നുള്ള ഭാവമൊന്നും അവരിൽ ഇല്ലായിരുന്നു.
തത്തത് വത്സാൻ പൃഥഗ്നീത്വാ തത്തത് ഗോഷ്ഠേ നിവേശ്യ സഹ തത്തത്താത്മാഭവദ്രാജൻ തത്തസത്മ പ്രവിഷ്ടവാൻ. ശ്ലോകം 22. തന്മാതരോ വേണുരവത്വരോദ്ധിത ഉത്ഥാപ്യതോർഭി പരിരഭ്യ നിർഭരം സ്നേഹസ്നുതസ്തന്യപയസുദാസവം മത്വാ പരം ബ്രഹ്മസുദാനപായയൻ. തന്മാതരഃ വേണു രവ ത്വരഃ ഉദ്ധിത ഉത്ഥാപ്യ ദോർഭിഃ പരിരഭ്യ നിർഭരം സ്നേഹസ്നുത സ്തന്യപയഃ സുധാസവം മത്വാ പരം ബ്രഹ്മ സുതാൻ അപായയൻ. തന്മാതരം അവരുടെ അമ്മമാർ വേണുരവധ്വരോദ്ധിത, അതായത് ഓരോരുത്തർ അവരുടെ അമ്മമാര് അവര് ഏതൊക്കെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വരുവോ ആ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ ബന്ധപ്പെട്ട് എഴുന്നേറ്റവരായി. ത്വര ഉദ്ധിത പെട്ടെന്ന് എഴുന്നേറ്റ് പരബ്രഹ്മ പരബ്രഹ്മത്തെ സുതാൻ പുത്രന്മാരെന്ന് മത്വ വിചാരിച്ചിട്ട്, അപ്പൊ ആ പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാനാണ് വരുന്നത്. പക്ഷെ അവര് തങ്ങളുടെ പുത്രരാണെന്ന് വിചാരിച്ചിട്ട് ദോർഭി കൈകൾ കൊണ്ട് ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ച് നിർഭരം മുറുകെ പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട് സ്നേഹസ്നുതസ്തന്യ പയസുദാസവം സ്നേഹം ഒഴുകുന്ന ആ സ്തന്യ ആ മുലപ്പാൽ ഒഴുകിയതും അമൃത് പോലെയും മദ്യം പോലെ ഇരിക്കുന്നതുമായ മുലപ്പാലിനെ അപായൻ കുടിപ്പിച്ചു. മക്കളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മുലയിലൂടെ പാലൊഴുകി അവരെ അമൃതം പോലെയും മദ്യം പോലെയും ഇരിക്കുന്ന ആ പാലിനെ അവരെ കൊണ്ട് കുടിപ്പിച്ചു. അപ്പോൾ അവർക്കറിയില്ല ഇത് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ തന്നെയാണെന്ന്. അപ്പോൾ പക്ഷേ അമ്മമാർക്ക് മക്കളിൽ അമിത സ്നേഹമുണ്ടായി. അവർ തങ്ങളെ തന്നെ മറന്ന് കുട്ടികളെ മുല കുടിപ്പിച്ചു. അതിന് കാരണം ഗോപികളെ അനുഗ്രഹിക്കുന്നതിനായി ഭഗവാൻ തന്നെ പുത്രഭാവേന അവരുടെ മടിയിൽ കയറിയിരുന്നു. അപ്പൊ അവർക്ക് മടിയിലെടുത്തു വെച്ച് ഭഗവാനെ മുല കുടിപ്പിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. അഹോഭാഗ്യം അഹോഭാഗ്യം വ്രജസ്ത്രീകളുടെ ഭാഗ്യം അത്ഭുതം തന്നെയാണ്. അപ്പൊ ഭഗവാനെയാണ് ലാളിക്കണമെന്ന വിചാരം അവർക്കില്ല. പക്ഷെ എന്തോ എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ അവർക്ക് ലാളന തോന്നി. തന്മാതരോ വേണുരഭസ്തരോദ്ധിത ഉദ്ധാപ്യതോർഭി പരിരഭ്യ നിർഭരം സ്നേഹസ്നുതസ്തന്യപയസുദാസവം മത്വാ പരം ബ്രഹ്മസുദാനപായയൻ. ശ്ലോകം 23. തതോ നൃപോന്മർദ്ദമജ്ജലേപനാലങ്കാരരക്ഷ തിലകാശനാദിഭി സംലാളിതാസോചരിതൈ പ്രകർഷയൻ സായം ഗതോ യാമയമേന മാധവ. തതഃ നൃപ ഉന്മർദ്ദന മജ്ജ ലേപന അലങ്കാര രക്ഷ തിലക അശന ആദിഭി സംലാളിത സ്വ ആചരിതൈഃ പ്രഹർഷയൻ സായം ഗതഃ യാമയമേന മാധവഃ. നൃപ ഹേ രാജാവേ, യമേന അതായത് ഓരോരോ സമയങ്ങളിൽ ഇന്ന ഇന്ന കളികൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നുള്ള നിയമപ്രകാരം പ്രാതകാലം മുതൽ സായങ്കാലം വരെ കഴിച്ചു കൂട്ടിയ ശേഷം പ്രഹർഷയൻ തൻ്റെ വ്യാപാരങ്ങളെ സ്വ ആചരിതൈ യാമങ്ങളിലുള്ള നിയമങ്ങളെ കൊണ്ടും ഏത് കളികളാണ് കളിക്കേണ്ടത് അതൊക്കെ കളിച്ച് സ്വ ആചരിത തൻ്റെ വ്യാപാരങ്ങളെ കൊണ്ട് പ്രകർഷയൻ സന്തോഷിപ്പിക്കുന്നവനും സായം വൈകുന്നേരത്തെ ഗതഃ പ്രാപിച്ചവനുമായ മാധവ മായാധിനാഥൻ മാധവൻ. തതഃ അനന്തരം ഉന്മർദ്ദനമജ്ജലേപന അലങ്കാര രക്ഷ തിലക അശനാദിഭി. അപ്പൊ ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? ഇത് ഭഗവാൻ എന്നെന്ന് അവർക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അവിടെ എത്തിയ ആ ഭഗവാനെ ഗോപസ്ത്രീകൾ എണ്ണ തേച്ചു. ഉന്മർദ്ദന എണ്ണ തേച്ചുക, പിന്നെ മജ്ജ ലേപന വാക ചേർത്തുകൊണ്ട്
കുളിപ്പിച്ച് അലങ്കാരം ചന്ദനാദി തൊടിയിച്ചു, രക്ഷാതിലക, പിന്നെ വസ്ത്രം ആഭരണം മുതലായവ എല്ലാം ധരിപ്പിച്ചു. തിലക അശന ആദിവി, എന്നിട്ട് അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, എന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. സംലാളിത, നന്നായി ലാളിക്കപ്പെട്ടു. അപ്പോൾ തങ്ങളുടെ മക്കളാണെന്നറിഞ്ഞ് ആ ഭഗവാനെ അവർ എന്ത് ചെയ്തു? എണ്ണ തേച്ച് കുളിപ്പിച്ച് കുറിക്കൂട്ടിട്ട് ഒരുക്കി എടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായി ആ ഭഗവാനെ അവർ ലാളിച്ചു. അപ്പോൾ അഹോ ഭാഗ്യമഹോ, ഗോപികളുടെ ഭാഗ്യാതിശയം തന്നെയാണ്. അപ്പോൾ ഭഗവത് പ്രതിമകളിൽ ഈ വക സേവാധർമ്മങ്ങൾ ഭക്തിപൂർവ്വം നടത്തുന്നവർക്ക് കൂടി പരമപദവി സിദ്ധിക്കുമെന്നുള്ള അവസ്ഥയ്ക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ ഈ വിധം ഉപചരിക്കാൻ മാത്രം ഗോപികൾ ചെയ്ത പുണ്യം എന്താണ്? ഭഗവാനെ തന്നെ അവർക്ക് ഇതുപോലെ ലാളിക്കാൻ കിട്ടി. അവർ ചെയ്ത പുണ്യം എന്താണ്? തതോ നൃപോന്മർദ്ദനം അജ്ജലേപന ലങ്ക അലങ്കാര രക്ഷാ തിലകാശനാദിപി സംലാളിത സ്വാചരിതൈർ പ്രകർഷയൻ സായം ഗതോ യാമയമേന മാധവ. ശ്ലോകം 24. ഗാവസ്തോ ഗോഷ്ടമുപേത്യ സത്വരം ഹുങ്കാരഘോഷൈ പരിഹൂത സംഗതാൻ സ്വകാൻ സ്വകാൻ വത്സതരാൻ അപായയൻ മുഹുർലിഖദ്യ സ്രവത് ഔദസംപയാ. ഗാവഃ തതഃ ഗോഷ്ടം ഉപേത്യ സത്വരം ഹുങ്കാരഘോഷൈഃ പരിഹൂത സംഗതാൻ സ്വകാൻ സ്വകാൻ വത്സതരാൻ അപായയൻ മുഹുർലിഖത്യ സ്രവത് ഔദസം പയഃ. അപ്പോൾ അമ്മമാരുടെ കാര്യം പറഞ്ഞു. ഇനി പശുക്കൾക്ക് എങ്ങനെയാണ്? പശുക്കൾക്കും അതുപോലെ തന്നെ പശുക്കുട്ടികളായി വന്നിരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ അവരുടെ സ്നേഹം എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് പശുക്കൾ വനത്തിൽ നിന്നും പുറപ്പെട്ട് ഉടനെ തന്നെ പാഞ്ഞു വന്ന് അവരവരുടെ വീട് തെറ്റാതെ വാസസ്ഥലത്തേക്ക് ചെന്ന് നിന്ന് ആ കുട്ടികളെയൊക്കെ കാണാതെ ദുഃഖനിമിത്തം അവരുടെ ആ കെട്ടുകുറ്റിയിൽ നിന്ന് കെട്ടുകളൊക്കെ അഴിച്ചുകൊണ്ട് ഹുങ്കാര ശബ്ദം, ഹൂം എന്നുള്ള ശബ്ദം ഉച്ചത്തിൽ ശബ്ദിച്ച് വിളിച്ചുകൊണ്ട് അവർ കുട്ടികളുടെ അടുത്തേക്ക് ഓടി അണഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്? അവരുടെ അകട്ടിൽ നിന്ന് പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ പശുക്കൾക്കും വ്യത്യാസം വരാത്ത വിധത്തിൽ അന്യോന്യ അനുരാഗത്തെ ഭഗവാൻ പ്രകാശിപ്പിച്ചു. പിന്നെ ശ്ലോകം നോക്കാം. ഗാവഹ ഗോക്കൾ തതഹ വനത്തിൽ നിന്ന് ഗോഷ്ടം തൊഴുത്തിനെ സത്വരം വേഗത്തിൽ ഉപേത്യ പ്രാപിച്ചിട്ട്. അപ്പോൾ പശുക്കുട്ടികളെ മേയ്ക്കാൻ വേറെ ആൾക്കാർ പോകും. അപ്പോൾ ആ പശുക്കുട്ടികൾ എന്ത് ചെയ്തു? പെട്ടെന്ന് പശുക്കുട്ടികൾ ഇവിടെ എത്തിയതും പശുക്കൾ പെട്ടെന്ന് വേഗത്തിൽ ഇവിടെ എത്തി. അങ്ങനെയാണ് ഹുങ്കാരഘോഷം കൊണ്ട് ഹുങ്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് പരിഹൂത സംഗതാൻ വിളിക്കപ്പെട്ടും സമീപത്തിൽ വന്നു ചേർന്നവയുമായ സ്വകാൻ അവരവരുടെ ആ കുട്ടികളെ വത്സതരാൻ കുട്ടികളെ വീണ്ടും ലിഖത്യ അവർ നക്കി. പശുക്കൾ ഓടി വന്ന് പശുക്കുട്ടികളെ വീണ്ടും നക്കുകയാണ്. സ്രവത് ഒഴുകുന്നതും ഔദസം അകട്ടിൽ നിന്നും വരുന്നതുമായ പയഹ പാലിനെ അപായൻ കുടിപ്പിച്ചു. അവർ മറ്റൊരു ദിവസവുമില്ലാത്ത ആ സ്നേഹ ലാളനകൾ പശുക്കളും പശുക്കുട്ടികളോട് പ്രകടിപ്പിക്കുകയാണ്. ശ്ലോകം ഒന്നുകൂടെ 24-ാമത്തെ ശ്ലോകം. ഗാവസ്തോ ഗോഷ്ടമുപേത്യ സത്വരം ഹുങ്കാരഘോഷൈ പരിഹൂത സംഗതാൻ സ്വകാൻ വത്സതരാനപായയൻ മുഹുർലിഖത്യ ശ്രവദൗദസംഭയ. ശ്ലോകം 25. ഗോപീനാമാതൃതാസ്മിൻ സർവാസ്നേഹർത്തികാം വിനാ പുരോവദാസവി ഹരേ സ്തോകതാമായയാ വിനാം. ഗോപീനാം മാതൃത അസ്മിൻ സർവ സ്നേഹ ഇർധികാം വിനാ പുരോവത് ആസു അപി ഹരേഹേ തോകതാ മായയാ വിനാ. അസ്മിൻ ഇവനിൽ ഗോപീനാം പശുക്കൾക്കും ഗോപസ്ത്രീകൾക്കും മാതൃഭാവം സ്നേഹ ഇർത്തികാം വിന
സ്നേഹാതിഥ്യത്തെ ഒഴിച്ച് പുരോവത് മുമ്പത്തെ പോലെയും ആസ്വപി ഇവരിലും ഹരിക്ക് തോകത ബാലഭാവം മായയാവിന മായ കൂടാതെ സർവ മറ്റുള്ളവയും ഭവിച്ചു. അപ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും, പശുക്കൾക്കും ആ ഗോപസ്ത്രീകൾക്കും രണ്ടു കൂട്ടർക്കും സ്നേഹം മുമ്പത്തെ പോലെ അല്ല, അതിലും എത്രയോ അധികരിച്ചു. അതാണ് ഭഗവാൻ എന്നറിയാതെ അവർക്കെന്തോ താനേ തന്നെ ആ കുട്ടികളോട് സ്നേഹം കൂടുതൽ അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് അവർക്ക് അറിയില്ല. പൂർവാധികമായ സ്നേഹം ഹൃദയത്തിൽ അവർക്ക് വർദ്ധിച്ചു വന്നു. അപ്പൊ അതിനെ മാറ്റാൻ ഭഗവാനും സാധിച്ചില്ല. കൃഷ്ണന് എല്ലാ ഗോപസ്ത്രീകളും മുമ്പത്തെ പുത്രന്മാർക്ക് അവരിൽ ഉള്ളതുപോലെയുള്ള മാതൃഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മാതൃഭാവം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ, ഞാൻ അവരുടെ പുത്രൻ എന്നുള്ള മായാഭാവം മാത്രം ഉണ്ടായില്ല. അപ്പൊ ഇതാണ് ജ്ഞാനാവസ്ഥയിലുള്ള ഭേദം. അപ്പോൾ ആ സ്നേഹം ഉണ്ട്, ഭേദബുദ്ധിയാണ് മായയുടെ സ്വരൂപം. അപ്പൊ ജഗത്ത് മായാമയമാണ്. ഭഗവാന്റെ ഭക്തി നിമിത്തം മായാബാധ നശിക്കുമ്പോൾ ജഗത്ത് സ്വരൂപത്തോടുകൂടി നശിക്കുന്നില്ല. എങ്കിലും ബന്ധജനകമല്ല. ഭഗവന്മയമായിട്ട് ജ്ഞാനി ജഗത്തിനെ കാണുന്നു. അപ്പോൾ അവിടെ ബന്ധമൊന്നുമില്ല, എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നുള്ള ബന്ധമൊന്നുമില്ല, എല്ലാം ഭഗവൻ മയം തന്നെയാണ് എന്നുള്ള ഭാവം ഉണ്ടാക്കി കൊടുത്തു ഭഗവാൻ. ശ്ലോകം 25. ഭോ ഗോപീന മാതൃദാസ്മിൻ സർവസ്നേഹർധികാം വിന പുരോവതാസ്വപി ഹരേ സ്തോകതാമായയാ വിന. ശ്ലോകം 26. വ്രജൗകസാം സ്വതോകേഷു സ്നേഹ വല്യാബ്ദ അന്വഹം ശനൈർനിസീമ വവൃതേ യഥാ കൃഷ്ണേത്തു അപൂർവവാത്. പദച്ഛേദം. വ്രജൗകസാം സ്വതോകേഷു സ്നേഹ വല്യ അബ്ദം അന്വഹം, സ്നേഹവല്യ അബ്ദം അന്വഹം ശനൈഹി നിസീമ വവൃതേ യഥാ കൃഷ്ണേ തു അപൂർവവത്. വ്രജൗകസ, വ്രജവാസികൾക്ക് സ്വതോകേഷു, സ്വപുത്രന്മാരിൽ സ്നേഹവല്ലി, സ്നേഹവല്ലി പോലെ, സ്നേഹലത പോലെ, അതായത് ഒരു വള്ളി ദിവസം തോറും ഇങ്ങനെ വളർന്ന് വളർന്ന് വരും, അതുപോലെ സ്നേഹം വളർന്ന് വളർന്ന് വന്നു എന്ന് കാണിക്കാനാണ് സ്നേഹവല്ലി എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹവല്ലി, സ്നേഹലത അന്വഹം പ്രതി ദിവസം ആബ്ദം, ഒരു കൊല്ലം വരെ ശനൈ മെല്ലെ മെല്ലെ യഥാ കൃഷ്ണനിൽ എന്ന പോലെ അപൂർവവത് നൂതനമായി നിസീമ അതിരില്ലാത്ത വിധം വവൃതേ വർദ്ധിച്ചു. അപ്പോൾ ഗോപസ്ത്രീകൾക്ക് ആ പുത്രസ്നേഹം വർദ്ധിച്ചു. അപ്പോൾ പുത്രനിലുള്ളതിനേക്കാൾ സ്നേഹം ഗോപികൾക്ക് കൃഷ്ണനിലുണ്ടായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ പുത്രന്മാരിൽ തന്നെ മുമ്പ് കൃഷ്ണനിലുണ്ടായിരുന്ന ആ സ്നേഹം ഗോപികൾക്ക് അനുഭവപ്പെട്ടു. കാരണം എന്താണ്? ഇപ്പം വന്നിരിക്കുന്ന പുത്രൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അവർ അറിഞ്ഞില്ലെങ്കിലും അവർക്ക് ആ കൃഷ്ണനിലുള്ളതുപോലത്തെ സ്നേഹം അനുഭവപ്പെട്ടു. ആ സ്നേഹം പ്രതിദിനം വർദ്ധിച്ച് ഒരു കൊല്ലം തികയുമ്പോഴേക്ക് സ്നേഹം കൈയും കണക്കുമില്ലാതായി തീർന്നു. അപ്പോൾ ഒരു വലിയ ദിവസം തോറും വളർന്നു പോകുന്നത് പോലെ അവരുടെ സ്നേഹവും വർദ്ധിച്ചു വന്നു. വ്രജൗകസാം സ്വതോകേഷു സ്നേഹവല്യാബ്ദമന്വഹം ശനൈർനിസീമ വവൃതേ യഥാ കൃഷ്ണേത്വ അപൂർവവത്. ശ്ലോകം 27. ആത്മനാത്മാനം വത്സപാലമിഷേണ സഹ പാലയൻ വത്സപോ വർഷം ചിക്രീഡേ വനഗോഷ്ടയോഹോ. ഇത്തം ആത്മനാ ആത്മാനം വത്സപാലമിഷേണ സഹ പാലയൻ വത്സപഃ വർഷം
ചിക്രീഡേ വന ഗോഷ്ടയോഹോ. ഇപ്രകാരം ആത്മസ്വരൂപനായ സഹ ആ കൃഷ്ണൻ വത്സഭ ആ കുട്ടികളെ പശുക്കുട്ടികളെ രക്ഷിക്കുന്നവനായി ആത്മാവ് കൊണ്ട് ആത്മാവിനെ വത്സപാലമിഷേണ പശുക്കുട്ടികളെയും അവയുടെ പാലകന്മാരെയും രക്ഷിക്കുന്നവൻ എന്ന വ്യാജത്താൽ പാലയൻ രക്ഷിക്കുന്നവനായി വനഗോഷ്ടയോഹോ കാട്ടിലും ഗോകുലത്തിലുമായി 1 വർഷം ക്രീഡിച്ചു. അപ്പോൾ അങ്ങനെ ഗോപക്കുട്ടികളും പശുക്കുട്ടികളുമായി ഭവിച്ച ആ ഭഗവാൻ പിന്നീട് എന്ത് ചെയ്യും? 1 വർഷം വരെ ഈ പശുക്കുട്ടികളെയും കൊണ്ട് വനത്തിൽ പോകും. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഗോപന്മാരായും പശുക്കുട്ടികളായും ഭവിച്ചത്. ആ ഭഗവാൻ അങ്ങനെ വീട്ടിലും കാട്ടിലുമായി ഇങ്ങനെ നടന്നു. ഭഗവാൻ തന്നെയാണ് എല്ലാമായി ഭവിച്ചത്. അപ്പോൾ അവിടെ സർവം വിഷ്ണുമയം ജഗത്ത്, എല്ലാത്തിലും വിഷ്ണു തന്നെയാണ് എന്നുള്ള ഭാവം ഉണ്ടായി. ഇത്തം ആത്മാത്മനാത്മാനം വത്സപാലമിഷേണ സഹ പാലയൻ വത്സവോ വർഷം ചിക്രീഡേ വനഗോഷ്ടയോഹോ. ശ്ലോകം 28. ഏകതാചാരയൻ വത്സാൻ സ രാമോ വനമാവിശത് പഞ്ചഷാസു ത്രിയാമാസു ഹായനാപൂരിണീഷ്വജ. ഏകതാ ചാരയൻ വത്സാൻ സ രാമഃ വനം ആവിശത് പഞ്ചഷാസു ത്രിയാമാസു ഹായന ആപൂരണീഷു അജഹ. ഏകതാ ചാരയൻ വത്സാൻ സ രാമോ വനമാവിശത് പഞ്ചഷാസു 5 6 ത്രിയാമാസു രാത്രികൾ ഹായനാപൂരണീഷു 1 കൊല്ലം തികയാൻ ബാക്കിയുള്ളപ്പോൾ 5-6 ദിവസം, രാത്രി 5-6 ദിവസം, 1 കൊല്ലം തികയാൻ 5-6 ദിവസം ബാക്കിയുള്ളപ്പോൾ അജഹ ജന്മാതിരഹിതൻ ജനനമില്ലാത്തവൻ ഏകത 1 ദിവസം സ രാമഃ രാമനോടുകൂടി കൃഷ്ണൻ 1 ദിവസം രാമനോടുകൂടി വത്സാൻ പശുക്കുട്ടികളെ ചാരയൻ സഞ്ചരിപ്പിച്ചുകൊണ്ട് വനം കാട്ടിനെ ആവിശത് പ്രവേശിച്ചു. അപ്പോൾ 1 വർഷം വരെ ബലരാമനും ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ 1 വർഷത്തിന് 5-6 ദിവസമുള്ളപ്പോൾ 1 ദിവസം ബലരാമനോടുകൂടി പശുക്കുട്ടികളെയും കൊണ്ട് കാട്ടിലേക്ക് ഭഗവാൻ പുറപ്പെട്ടു. ഏകതാചാരയൻ വത്സാൻ സ രാമോ വനമാവിശത് പഞ്ചഷാസു ത്രിയാമാസു ഹയാനാപുരണീഷ്വജാം. ശ്ലോകം 29. തതോ വിദൂരാചരതോ ഗാവോ വത്സാനുപവ്രജം ഗോവർദ്ധനാദ്രിശിരസി ചരന്ത്യോദൃശുസ്തൃണം. അപ്പോൾ ഇനി മുതൽ 7 ശ്ലോകം ബലരാമൻ അവിടെ കണ്ട ആശ്ചര്യമാണ്. ഈ പശുക്കളും പശുക്കുട്ടികളും എങ്ങനെ പെരുമാറുന്നു ആ ബലരാമൻ. അപ്പോഴാണ് ഇതെന്താണെന്ന് ഭഗവാന്റെ മായ എന്താണെന്ന് മനസ്സിലാകുന്നത്. തതഃ വിദൂരാശ്ചരതോ തതഃ അവിടെ നിന്ന് വിദൂരാത് വളരെ ദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചരത എന്ന് വെച്ചാൽ മേയുന്ന, ഗാവഹ പശുക്കൾ എന്ത് ചെയ്തു? ഗോവർത്തനാദ്രി ശിരസി ഗോവർത്തന പർവ്വതത്തിന്റെ ശിഖരത്തിലുള്ള തൃണ പുല്ലിനെ ചരന്തിയ തിന്നുന്നവയായ ഗാവകൾ പശുക്കൾ എന്ത് ചെയ്തു? തതഹ അവിടെ നിന്ന് വിദൂര വളരെ ദൂരത്തിൽ ഉപവ്രജം വ്രജത്തിന് സമീപത്തിൽ ചരതഹ മേയുന്ന വത്സാൻ പശുക്കുട്ടികളെ ദദൃശു കണ്ടു. അപ്പോൾ ഭഗവാൻ പശുക്കുട്ടികൾ ആയി മാറി. അപ്പോൾ ഈ പശുക്കൾക്ക് തന്നെ എന്തോ ഒരു പ്രത്യേകത തോന്നി. ദൂരെ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന പശുക്കൾ എന്ത് ചെയ്തു? ആ വ്രജത്തിന്റെ ഏകദേശം അടുത്ത് നിന്ന പശുക്കുട്ടികളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. പശുക്കുട്ടികളെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. തതോ വിദൂരാചരതോ ഗാവോ വത്സാനുപവ്രജം ഗോവർദ്ധനാദ്രി ശിരസി ചരന്ത്യോദൃശുസ്തൃണം. ശ്ലോകം 30. ദൃഷ്ട്വാദ
തത്സ്നേഹവശോ അസ്മൃതാത്മാ സ ഗോവൃജോ അത്യാത്മപ ദുർഗമാർഗ ദ്വിപാത്കഗുഗ്രീവ ഉദാസ്യ പുച്ഛോ അഗാത് ഹുങ്കൃതൈർ ആശ്രുപയാജപേന ദൃഷ്ട്വാ അഥ തത് സ്നേഹവശഃ അസ്മൃതാത്മാ സഹ ഗോ വ്രജഃ അത്യ ആത്മപ ദുർഗമാർഗഃ ദ്വിപാദ് കഗുദ്ഗ്രീവ ഉദ്ദാസ്യ പുച്ഛഃ അഗാദ് ഖുങ്കൃതൈഹി അശ്രുപയ ജപേന. അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പശുക്കൂട്ടം എന്തു ചെയ്തു? വൃജത്തിന്റെ സമീപത്തിൽ പശുക്കുട്ടികൾ മേയുന്നത് കണ്ടു. ഉടനെ തന്നെ ആ കുട്ടികളെ കണ്ട സന്തോഷം, സ്നേഹാധിക്യ നിമിത്തം അവർ തങ്ങളെ തന്നെ മറന്ന്, മേയ്ക്കുന്നവർ പിടിച്ചു വലിച്ചിട്ടും അവർ നിന്നില്ല. അവർ ചാടി ഓടി ഈ പശുക്കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു. അത് എങ്ങനെ ഓടിയെന്ന് പറഞ്ഞാൽ, മുൻകാലുകൾ രണ്ടും പിൻകാലുകൾ രണ്ടും ഒന്നായി ചേർത്ത് ഭയങ്കരമായിട്ട് എടുത്ത് ചാടുമ്പോൾ രണ്ട് കാലുകളും ചേർന്നിരിക്കുന്നത് പോലെ 4 കാലുകളും. അപ്പോൾ മുൻകാലുകൾ രണ്ടും പിൻകാലുകൾ രണ്ടും, അത് രണ്ടും കൂടെ ചേർന്നിരിക്കത്തക്കോണം അത്ര വേഗത്തിൽ. അപ്പോൾ കാണുമ്പോൾ തോന്നും 2 കാലേ വയ്ക്കുള്ളൂ എന്ന്. കഴുത്തുകൾ ഉയർത്തി, പുഞ്ഞക്കൂട ഉണ്ടല്ലോ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, അപ്പം അത് മീതയാക്കി കഴുത്തൊക്കെ ഇങ്ങനെ ഉയർത്തുമ്പം കഴുത്തിൻ്റെ ഇവിടെയുള്ള പുഞ്ഞയൊക്കെ അങ്ങ് താഴ്ന്ന്, പിന്നെ പാലുകളൊക്കെ പൊക്കി പിടിച്ച് ആ കുട്ടികളെ കാണാൻ വേണ്ടി പാല് വഴിനീരെ ചുരത്തിക്കൊണ്ട്, കുട്ടികളെ കണ്ടപ്പോൾ ആ പാല് വഴിനീളെ ചുരത്തിക്കൊണ്ട് ഇവ ഓടി അതിവേഗത്തിൽ ഓടി കുട്ടികളുടെ അടുത്ത് എത്തി. ദൃഷ്ട്വാദ. അപ്പോൾ സഹ, ഇനി ശ്ലോകം നോക്കാം. സഹ ആ ഗോവ്രജ പശുക്കൂട്ടം ദൃഷ്ട്വാ കണ്ടിട്ട്, അഥ അനന്തരം തത്സ്നേഹവശക അവയുടെ പേരിലുള്ള സ്നേഹത്തിന് അധീനമായി, അസ്മൃതാത്മാ മറക്കപ്പെട്ട ആത്മാവോടുകൂടി, അപ്പോൾ തന്നെ മറന്ന് ആ പശുക്കൾ അത്യാത്മവ ദുർഗമാർഗ അത്യധികം ദുർഘടമായ മാർഗത്തോടു കൂടിയതായി, കഗുദ്ഗ്രീവ ആ കഴുത്തിലുള്ള ആ പുഞ്ഞയൊക്കെ കഴുത്തിൻ്റെ മുകളിൽ, അതായത് ആ വേഗത്തിൽ ഓടിയപ്പോൾ കഴുത്ത് അല്പം ഉയർത്തിയപ്പോൾ ആ പുഞ്ഞയൊക്കെ താഴെയായി, ഉദാസ്യ പിച്ചക ഉയർത്തിയ മുഖത്തോടും വാലോടും, വാല് ഉയർത്തി മുഖവും ഉയർത്തി, അശ്രുപയ ഒഴുകുന്ന പാലോട് കൂടിയവയായി, ദിവാദ് 2 കാലുള്ളത് എന്ന പോലെ, അതായത് കാലുകൾ മുമ്പത്തെ 2 കാലും ചേർത്ത് പിറകത്തെ 2 കാലും ചേർത്ത് എല്ലാം കൂടെ ആകുമ്പോൾ 2 കാലുള്ളവയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഹുങ്കാര ശബ്ദത്തോടുകൂടി ജപേന വേഗത്തിൽ അഗാധ് ഗമിച്ചു. അപ്പോൾ അത് ആ പരബ്രഹ്മസ്വരൂപനായ ആ ഭഗവാൻ തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാകുകയും, ആ പശുക്കൾക്ക് മനസ്സിലാവുകയും, പശുക്കൾക്ക് പരബ്രഹ്മമൊന്നും മനസ്സിലായില്ല, പക്ഷേ എന്തോ ബാക്കി ദിവസത്തേക്കാൾ കൂടുതൽ സ്നേഹം അവർക്ക് കൂടി. എന്ത് കാര്യമെന്ന് അവയ്ക്ക് അറിഞ്ഞുകൂടാ. അത് പശുക്കളെ മേയ്ക്കുന്ന ഗോപന്മാർ തടുത്തിട്ടും അതൊന്നും വകവയ്ക്കാതെ അവർ വേഗത്തിൽ പാലും ഒഴുക്കിക്കൊണ്ട് ഈ പശുക്കുട്ടികളുടെ അടുത്ത് ഓടിയെത്തി. അതാണ് ആ പരബ്രഹ്മ അതിൻ്റെ ആ പ്രത്യേകത. അപ്പം അവർക്ക് അറിഞ്ഞുകൂടെങ്കിലും അവർ ആ പരബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ആ പശുക്കുട്ടികളിൽ തങ്ങളുടെ ആ സ്നേഹാധിക്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൃഷ്ട്വാ തത്സ്നേഹവശോ സ്മൃതാത്മാ സ ഗോവ്രജോത്യാത്മപദുർഗമാർഗ ദിപാത്കഗുഗ്രീവ ഉദാസ്യ പുച്ഛോ അഗാത് ഹുങ്കൃതൈർ ആശ്രുപയാജപേനാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഇനി 2 ശ്ലോകം കൂടെ എടുത്തിട്ട് നിർത്താം. ശ്ലോകം 31. സമേത്യ ഗാവോധ വത്സാൻ വത്സവത്യോപ്യപായയൻ ഗിലന്ത്യ ഇവ ചാങ്കാനി ലിഖത്യ
സൗധസം പയഃ സമേത്യ ഗാവഃ അധഃ വത്സാൻ വത്സവത്യഃ അപി അപായയൻ ഗിലന്ധ്യ ഇവ ച അംഗാനി ലിഖന്ധ്യഃ സ്വൗധസം പയഃ. ഗാവഹ പശുക്കൾ എന്ത് ചെയ്തു? അധഃ കീഴ്ഭാഗത്തിൽ സമേത്യ വന്നിട്ട്, അതായത് ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ചാടി ഓടി ബ്രജസമീപത്തിൽ എത്തിയ ശേഷം വേറെ കുട്ടികൾ ഉള്ളവയാണെങ്കിലും വത്സവത്യഃ അപി അവർക്ക് വേറെ കുട്ടികൾ ഉണ്ടെങ്കിലും വത്സാൻ ഈ കുട്ടികളെ അംഗാനി ശരീരങ്ങളെ ഗിലന്ധ്യ ഇവ വിഴുങ്ങുന്നവയോ എന്ന് തോന്നുമാര്. അപ്പോൾ ആ പശുക്കൾക്ക് വേറെ കുട്ടികൾ ഉണ്ടെങ്കിലും ഈ കുട്ടികളിൽ അവർക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അവയുടെ ശരീരത്തെ ലിഖന്ധ്യ നക്കുന്നവയായി സൗധസം തങ്ങളുടെ അകിട്ടിൽ നിന്നൊഴുകുന്ന പയഹ പാലിനെ അപായൻ കുടിപ്പിച്ചു. അപ്പോൾ വേറെ കുട്ടികളുള്ള പശുക്കളും ഈ കൊച്ചു പശുക്കുട്ടികളെ കണ്ടപ്പോൾ എന്തോ അവർക്കൊരു പ്രത്യേകത തോന്നി. അവ ഓടി വന്ന് ഈ കുട്ടികളെ നക്കി തുടച്ച് അവയെ കൊണ്ട് പാല് കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സമേത്യ ഗാവോദ വത്സാൻ വത്സവത്യോപ്യപായയൻ ഗിലന്ധ്യ ഇവ ചാങ്കാനി ലിഖന്ധ്യ സൗധ സംഭയഃ. ശ്ലോകം 32. ഗോപാതദ്രോധന ആയാസം ഔഖ്യലജ്ജോരു മന്യുന ദുർഗാത്വകൃച്ഛ്രദോ ഭേദ്യ ഗോവത്സൈർദദൃശുസുതാൻ. ഗോപാഹ തത് രോധന ആയാസം ഔഖ്യ ലജ്ജോ ഉരു മന്യുന ദുർഗാത്വ കൃച്ഛ്രതഃ അഭേദ്യ ഗോവത്സൈഹി ദദൃശുഹു സുതാൻ. ഗോപാഹ ഗോപന്മാർ തത് രോധന ആയാസം അവയെ തടുക്കാൻ ചെയ്ത പരിശ്രമം ഔഖ്യ ലജ്ജോരു മന്യുന വ്യർത്ഥമായതുകൊണ്ടുള്ള ലജ്ജയോടും കോപത്തോടും കൂടി. അപ്പോൾ ആ പശുവിനെ സംരക്ഷിക്കുന്ന ആ ഗോപന്മാർ തടുത്തിട്ടും ഈ പശുക്കൾ എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നും മുകളിൽ നിന്ന് ചാടി ഓടി. അപ്പോൾ അവർ തടുത്തിട്ടും ഇവ നിന്നില്ല. അപ്പോൾ അവർക്ക് ലജ്ജയും ദേഷ്യവും ഒക്കെ ഉണ്ടായി. ദുർഗാത്വ കൃച്ഛ്രത ദുർഘടമായ വഴിയിൽ കൂടി അഭേദ്യ പ്രാപിച്ചിട്ട് ഗോവത്സൈഹി പശുക്കളോടുകൂടി സുതാൻ സ്വപുത്രന്മാരെ ദദൃശു കണ്ടു. അപ്പോൾ ഈ പശുക്കൾ എവിടെ ഓടുന്നു എന്ന് അവർ നോക്കിയപ്പോൾ പശുക്കുട്ടികളുടെ അടുത്തേക്കാണ് ഓടിയത്. അവിടെ നോക്കിയപ്പോൾ ഗോപന്മാർ തങ്ങളുടെ കുട്ടികളും അവിടെ നിൽക്കുന്നത് കണ്ടു. ഭഗവാൻ ആയി മാറിയ ആ തങ്ങളുടെ കുട്ടികളും അവിടെ നിൽക്കുന്നത് കണ്ടു. ഇതാണ് ബലരാമൻ അവിടെ കാട്ടിൽ കാണുന്നത്. ബാക്കി ഇനി ബലരാമൻ കാട്ടിൽ കാണുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓംകാര പരബ്രഹ്മമേ ഓംകാര പരബ്രഹ്മമേ നീ എല്ലായിടവും നിറഞ്ഞവനേ ഓംകാര പരബ്രഹ്മമേ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം.